വാർത്ത മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മൾ പറയുമ്പോൾ അവർ പറയും ചില സമുദായങ്ങളെ നമ്മൾ തേച്ചൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അവരെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. പല മുസ്ലിം സ്ത്രീകൾ നേരിട്ടും അല്ലാതെയും ഒക്കെ നമ്മളോട് തന്നെ പല അവരുടെ വേദനകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കത് വാർത്ത രൂപത്തിലെ പുറം ലോകത്തെ അറിയിക്കാൻ കഴിയുമോ, അല്ല നമുക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. എനിക്കൊന്ന് മോദി വന്നതിന് ശേഷം മുത്തലാഖ് നിയമത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നതുകൊണ്ട് കുറേ പേരൊക്കെ രക്ഷപ്പെട്ടു, കുറേ പേരുടെയൊക്കെ ജീവിതം സേഫ് ആവുന്നുണ്ട് എന്നത് സന്തോഷകരമായ കാര്യം. ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു ചാനൽ പരിപാടിക്കിടെ ഒരു പെൺകുട്ടി നടത്തിയ ചില വാക്കുകൾ, പ്രതികരണം, അത് വൈറലാവുകയാണ്. ആ പെൺകുട്ടി പറയുന്നത് അത് മുസ്ലിം പെൺകുട്ടിയാണ്. അതായത് സുഡാപ്പികളെ തേച്ചൊട്ടിച്ച് ഇനി നിനക്കൊക്കെ വല്ലതും പറയാനുണ്ടോടാ ഞങ്ങളോട് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ആ പെൺകുട്ടി നടത്തിയിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. തീർച്ചയായും പണ്ട് ഉണ്ടാക്കിയ കുറെ നിയമവ്യവസ്ഥകളുണ്ട്, അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മളുടെ കുറെ ഗ്രൂപ്പ്സ് വന്നത് മാറ്റാൻ വിടില്ല. എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം? എന്താണ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവാത്ത നിയമങ്ങൾ എന്താണ്? ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എക്സാമ്പിൾ എന്ന് പറയാൻ മുസ്ലിം ലോ തന്നെ എടുത്തോളൂ. ചേഞ്ച് വന്നിട്ടില്ല. പലവിധമായുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാലും വിടില്ല. അതുകൊണ്ട് എത്ര ആൾക്കാർ വന്ന് ഇന്നും സഫർ ചെയ്യുന്നുണ്ട്. അതേ കമ്മ്യൂണിറ്റി തന്നെ ഉള്ള ആളുകളാണ് എതിർക്കുന്നത്. അതേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെന്നെ എതിർക്കുന്നത്. നമുക്ക് ആരും പേഴ്സണലായിട്ട് ആരെയും പറയല്ല, പക്ഷെ മാറ്റാൻ വിടില്ല. അത് മാറ്റാത്ത കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ജസ്റ്റിസ് കിട്ടാതെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ തലാഖിന്റെ കേസ് ആയിക്കോട്ടെ, അങ്ങനെ പല വിധമായിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിലും ഇന്നും അത് വന്നിട്ട് ആ ഒരു നിയമം എടുത്തു മാറ്റാൻ ഈക്വലായിട്ട് എല്ലാവർക്കും ഒരു നിയമം എന്നുള്ളത് കൊണ്ടുവരാൻ വിടുന്നില്ല. അതുകൊണ്ട് ഇഷ്ടം പോലെ പേര് സഫർ ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികളും കുടുംബവും അനാഥരായി നിൽക്കുന്ന ഒരു അവസ്ഥ. കേട്ടല്ലോ വാർത്ത. എന്താ തോന്നുന്നത്? എന്തുകൊണ്ടാണ് ഇവര് ഈ സ്ത്രീകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കാത്തതും ഈ മൊഴി ചൊല്ലുന്നത് വാട്സപ്പിലൂടെ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര നീചമായാണ് പെണ്ണുങ്ങളെ. അതായത് കാർഡിനൽ പാർത്ഥൻ തന്നെ എനിക്ക് അയച്ചു തന്നൊരു വീഡിയോയിൽ ഒരു ഉസ്താദ് പറയുന്നു, അച്ഛന്മാരുടെ വേദന കണ്ടുകൊണ്ടാണ് ഞങ്ങൾ 3ഉം 4ഉം കെട്ടുന്നതെന്ന്. ആ വേദന സഹിക്കാൻ വയ്യാതെയാണ് ഞങ്ങളുടെ ഭാര്യമാർ സമ്മതിക്കില്ല, സമ്മതിച്ച 5, 6, 7 ഞങ്ങൾ കെട്ടി അവരെ രക്ഷിക്കാമെന്ന്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഒരു സ്വകാര്യ ചാനലിൻ്റെ പരിപാടിക്കിടെയാണ് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ആ സഹോദരിയുടെ പേരെനിക്കറിയില്ല, ഒരു മുസ്ലിം പെൺകുട്ടി ഇത്തരത്തിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടി തന്നെ ആ സമുദായത്തെപ്പറ്റി, ആ സമുദായത്തിലെ ചില വൃത്തികേടുകളെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് സധൈര്യം ആ കാര്യമെടുത്ത് സംസാരിക്കാൻ കഴിയുന്നതാണ്. ഒന്നാമത്തത്, ഈ പെൺകുട്ടി നരകത്തിലെ വിറകുകൊള്ളിയാവും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതാണ് നെക്സ്റ്റ്. ഓൾറെഡി അത് വന്നു കഴിഞ്ഞു. നരകത്തിലെ വിറക് കൊള്ളിയാകാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ നരകത്തിലെ വിറക് കൊള്ളിയായാലും ഭൂമിയിലെ നല്ല നാവുള്ള നല്ല അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയായാലും മതി എന്നുള്ളതിൽ അപ്പുറത്തേക്ക് വേറൊരു കാര്യവുമില്ല. ഒന്ന്. രണ്ടാമത്തത്, ഈ പറയുന്നത് പോലെ എന്താണ് മുത്തലാഖ്, അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലുള്ള പലതരത്തിലുള്ള വിവേചനങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഏതൊക്കെ മതത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് ചോദിക്കും. എല്ലാ മതങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും ഇത്രയ്ക്ക് ഇടുങ്ങിയ ചിന്താഗതിയുള്ള ചില വ്യക്തി നിയമങ്ങൾ ഈ പറയുന്ന ഇസ്ലാമിക സമുദായത്തിൽ മാത്രമാണുള്ളത്. അതിനെതിരെ പോരാട്ടം നയിച്ചതും അതിനെതിരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ആ സമുദായത്തെ നവീകരിക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള ആളുകൾ മുസ്ലിം സമുദായത്തിൽ ഒട്ടേറെ പേരുണ്ട്. ഒട്ടേറെ മുസ്ലിം നവോത്ഥാന നായകന്മാരുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ എന്നിട്ട് പോലും കേരളത്തിലെ ചില സുഡാപ്പികൾക്ക്, കേരളത്തിലെ ചില ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ ചെയ്താൽ അത് അവർക്ക് ഷിർക്കാണ്, അല്ലെങ്കിൽ അത് അവർക്ക് ശരീഅത്ത് നിയമപ്രകാരം ശരിയല്ല. ഒറ്റക്കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് ഒരു നാടകം കളിച്ചതിന്, ഒരു മുസ്ലിം സാഹചര്യവുമായി ബന്ധപ്പെട്ടൊരു നാടകം കളിച്ചതിന് അപമാനിക്കപ്പെട്ട കുട്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആ നാടകത്തിൽ ആ പെൺകുട്ടിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് വരെ, അതായത് ഇതുവരെ മികച്ച നടിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതുപോലെ ഏതെങ്കിലും ഒരു കലാരൂപം ഒരു മുസ്ലിം പെൺകുട്ടി ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ ഉസ്താദുമാർ രംഗത്ത് വരുന്നു. അതുപോലെ ഒരു വേദിയിൽ കയറി ഒരു മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടിക്കകത്ത് ഒരു സമ്മാനം വാങ്ങാൻ വേണ്ടി വേദിയിൽ കയറിയ പെൺകുട്ടിക്ക് സമ്മാനം കൊടുക്കാതിരിക്കുക, അവരെ ഇതൊക്കെ എന്ത് തോന്നിവാസമാണ് എന്നുള്ള രീതിയിൽ ആക്ഷേപിക്കുക, അതിനെതിരെ ശബ്ദമുയർത്തുക. നിങ്ങൾ എന്തിനാണ് കയറിയത്? നിങ്ങളോട് ആരാണ് വരാൻ പറഞ്ഞത്? രക്ഷിതാക്കൾ വന്ന് വാങ്ങിച്ചാലും കുഴപ്പമില്ല, പഠിച്ച് ജയിച്ച് അത്രത്തോളം കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങി ഫുൾ A+ വാങ്ങിയ കുട്ടിയെ 10ാം ക്ലാസ്സിൽ അനുമോദിക്കാൻ വിളിച്ചപ്പോൾ സമസ്തയുടെ നേതാവ് പറഞ്ഞതാണ്, നിങ്ങൾ ആര് വിളിച്ചു, ആര് പറഞ്ഞു നിങ്ങളോട് സ്റ്റേജിൽ കയറി സമ്മാനമായി? രക്ഷിതാക്കൾ വരട്ടെ, ഇതൊന്നും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നീട് അത് വിവാദമായപ്പോൾ അത് മാറ്റി പറയുകയും ചെയ്തു ആ നേതാവ് എന്ന് പറയുന്നത്. അത്രത്തോളം
ഹീനമായ രീതിയിലാണ് പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല, പുരുഷാധിപത്യം, ഞങ്ങളാണെല്ലാം, പെണ്ണുങ്ങളെല്ലാം വീടിനകത്ത് ഉപഭോഗ വസ്തുവായി പെറ്റ് മക്കളെ ഉണ്ടാക്കി ഇരിക്കുക, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഉതകുന്ന ഒരു ഉപഭോഗ വസ്തു മാത്രമാണ് പെണ്ണ്, അതിനപ്പുറം പെണ്ണിനൊന്നുമില്ല, പെണ്ണിന് അതിനപ്പുറം ഒരു അവകാശവും ഇല്ല എന്ന ഇടുങ്ങിയ ചിന്താഗതിയിലൂടെ ഇപ്പോഴും സഞ്ചരിക്കുന്ന സമുദായങ്ങൾ എത്ര ആവർത്തിച്ചാലും അവർ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാർത്ഥന തുടരാം. അതായത് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അറേബ്യയിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ ആ കാലഘട്ടത്തിൽ കൂടെ ആ ചുറ്റുപാടിനെയൊക്കെ അപേക്ഷിച്ച് പറഞ്ഞ പല കാര്യങ്ങളെയും ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ഇപ്പുറത്തേക്കും എടുത്തു വെച്ചുകൊണ്ട് അതേപടി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കുറേ ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അറേബ്യയിൽ പോലും ഗൾഫ് നാടുകളിൽ പോലും ഇസ്ലാം ഒരുപാട് നവീകരിക്കപ്പെട്ടപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾക്ക് അവർ പ്രചോദനം നൽകിയപ്പോൾ അവർ ബഹിരാകാശ പഠനങ്ങളെ പറ്റി, അതായത് പിന്നെ നമ്മുടെ എന്താണ് സൗരയൂഥത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ജ്യോതിശാസ്ത്രപരമായ കാര്യങ്ങളിൽ കൂടുതൽ മുൻതൂക്കം കൊടുത്ത സമയത്ത് ഇവിടെയുള്ള ആളുകൾക്ക് ഇപ്പോഴും വെളിച്ചം വീണിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മുത്തലാഖ് ബില്ല്. അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് മുത്തലാഖ് എന്ന് പറയുന്നത്. ആ മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നതിന് ഇവിടുത്തെ CPM എതിർത്തു, ഇവിടുത്തെ കോൺഗ്രസ് എതിർത്തു, ഇവിടുത്തെ മുസ്ലിം സംഘടനകളെല്ലാം എതിർത്തു. അതിൽ വനിതാ ലീഗ് വരെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. ധന്യ നേരത്തെ പറഞ്ഞൊരു കാര്യമില്ലേ, വാട്സപ്പിലൂടെ, അതായത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു, ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ആ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കൊണ്ട് ഉടനെ തന്നെ തലാക്ക് ചൊല്ലുകയാണ്. അത് വാട്സപ്പ് വഴി ആയിക്കോട്ടെ, പോസ്റ്റൽ ബാലറ്റിലൂടെ, തപാൽ ഓഫീസിലൂടെ പോസ്റ്റലായിട്ട് അയച്ചു കൊടുത്താൽ ഏതുമില്ല, ഏത് രീതിയിലും ഈ തലാക്ക് ചൊല്ലിയാൽ മതി എന്ന് പറയുന്ന നിയമത്തെ അനുകൂലിക്കാൻ കുറേ ഇസ്ലാമിക പണ്ഡിതന്മാരും രംഗത്ത് വരുന്നു. ആ പെൺകുട്ടിയുടെ ജീവിതം അതോടുകൂടി താറുമാറാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ കുട്ടിക്ക് ഈ പറയുന്ന ദമ്പതിമാർക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെയും കൊണ്ട് ഈ പെൺകുട്ടി പിന്നീട് വളരെ ദുരിത ജീവിതം നയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്നു. 1, 2, 3 കെട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴുമുള്ള സ്ഥലം. അതായത് എൻ്റെ ഭാര്യ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ രണ്ടാമത് കെട്ടാത്തത് എന്നൊരു ഉസ്താദിൻ്റെ അല്ല, MM അക്ബറിൻ്റെ മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. ഞാനും ധന്യയും അത് ഒരുപാട് ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ അത്തരത്തിൽ സ്വന്തം ഭാര്യമാരെ പേടിച്ച് അവർ അടിച്ച് കാലുമുട്ട മുട്ടുമുറിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രം രണ്ടാമത് കെട്ടാൻ പോവാത്ത ആളുകളുള്ള ഒരു നാടാണ് ഇത് എന്ന് മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, മറ്റ് മതങ്ങൾക്കൊന്നുമില്ലാത്തൊരു വ്യക്തി നിയമം ഇവർക്ക് മാത്രം എന്താണ്? ഇസ്ലാമിൻ്റെ വ്യക്തി നിയമം എന്ന് പറയുന്നത്, ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമമാണ് അവരുടെ വ്യക്തി നിയമം എന്ന് പറയുന്നത്. ആ അനുകൂലമായ സാഹചര്യങ്ങളിലെല്ലാം വ്യക്തി നിയമം വേണം. അതായത് ഭൂമിയുടെ കാര്യത്തിൽ വ്യക്തി നിയമം, കല്യാണത്തിൻ്റെ കാര്യത്തിൽ വ്യക്തി നിയമം, ഈ പറയുന്ന ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലെല്ലാം വ്യക്തി നിയമം, അനുകൂലമായ നിയമം വേണം. ഞങ്ങൾക്ക് ആ വ്യക്തി നിയമമാണെന്ന് പറയും. പക്ഷേ ക്രിമിനൽ ഒഫൻസ് വരുമ്പോൾ ഈ വ്യക്തി നിയമം വേണ്ട. ആ ക്രിമിനൽ ഒഫൻസ് പ്രകാരം, ശരിയായ നിയമപ്രകാരം കളവ് ചെയ്യുന്നവൻ്റെ കൈ വെട്ടിക്കളയണം, തല വെട്ടിക്കളയണം, അറേബ്യയിലെ ശിക്ഷ നടപ്പിലാക്കണം. ആ രംഗത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് ശരിയത്ത് നിയമമേ വേണ്ട. ഇന്ത്യൻ പീനൽ കോഡും ഈ പറയുന്ന നമ്മുടെ ഏറ്റവും പുതിയ നടപ്പിലാക്കിയിട്ടുള്ള പുതിയ നിയമമുണ്ടല്ലോ, ആ തരത്തിലുള്ള ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ പീനൽ കോഡും മതി. പക്ഷെ അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങൾക്ക് എന്ത് വേണം? വ്യക്തി നിയമം വേണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സുഡാപ്പികളാണ്, ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികളാണ്. ഇസ്ലാമിക മതത്തിൽ ഒരുപാട് നവീകരണത്തിൻ്റെ ഭാഗമായി ഒരുപാട് നന്നായി ചിന്തിക്കുന്ന അനേകം മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ക്രൂരതയുടെ പര്യായമായി പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ കൃഷിയിടങ്ങളായി വിശേഷിപ്പിച്ചുകൊണ്ട് അവരെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുകയും അതിനെതിരെ നിയമം കൊണ്ടുവരുന്നവർ വർഗീയവാദികളാണ്. ശരിയാണ്, ഈ പറയുന്ന മുത്തലാഖ് ബില്ലിനെതിരെ നിയമം കൊണ്ടുവന്നത് BJP ആണ്, അതുകൊണ്ട് മാത്രം ഞങ്ങൾ അതിനെ എതിർക്കുന്നു. അതെന്താ BJP മുത്തലാഖ് ബില്ലിനെതിരെ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ CPM ഒക്കെ എതിർക്കുന്നത് എന്താ? അത് പുരുഷന്മാരെ മോശമാക്കി കാണിക്കുകയും എന്ന് പറയുന്ന ഒരു സമീപനമുണ്ടല്ലോ. ഇതൊക്കെ എന്ത് സമീപനമാണ്? ഇതൊക്കെ എന്ത് നിലപാടാണ്? ആ പെൺകുട്ടി അവിടെ പറയാൻ കാണിച്ച ആർജവമുണ്ടല്ലോ, ആ ആർജവത്തിന് നമ്മൾ കൈയടിക്കുക തന്നെ വേണം. മാത്രമല്ല, ആ കുട്ടി പറഞ്ഞ ഓരോ കാര്യങ്ങളും, ഞങ്ങൾ ഇവിടെ പുരോഗമനത്തിൽ നിന്ന് പെൺകുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമുദായത്തിൽ നിന്ന് തന്നെയാണ് അവർക്കെതിരെ എതിർപ്പ് ഉയരുന്നത് എന്ന് ഒരു മുസ്ലിം പെൺകുട്ടി തന്നെ വന്ന് പറയുമ്പോൾ അതിനെ ഗൗരവത്തോടെ അല്ലാതെ കാണാൻ സാധിക്കില്ല. ഈ തരത്തിലുള്ള പല കൊള്ളരുതായ്മകളും കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ആളുകളോട് മറ്റൊന്നും പറയാനുമില്ല. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് മാത്രം. തീർച്ചയായിട്ടും.